ചർച്ചകൾക്കൊടുവിൽ കൊച്ചി മേയറുടെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. പക്ഷേ പ്രതീക്ഷിച്ചതുപോലെ ദീപ്തി മേരി വർഗീസ് വന്നിട്ടില്ല. മാത്രമല്ല രണ്ട് ടേമായിട്ടാണ് ഈ മേയർ സ്ഥാനാർത്ഥി ഇപ്പം നിശ്ചയിച്ചിരിക്കുന്നത്. അതിൽ രണ്ടിലും ദീപ്തി ഇല്ല. ദീപ്തി ഒഴിവാക്കാൻ കൃത്യമായ കാരണങ്ങളുണ്ടെന്ന് പറയപ്പെടുന്നു. ജില്ലയിലെ പ്രമുഖനായ ഒരു നേതാവിന് ദീപ്തിയോട് തീരെ താല്പര്യമില്ല. പക്ഷേ AICC സെക്രട്ടറി വരെ ആയിട്ടും ദീപ്തിക്ക് എന്തുകൊണ്ട് ഈ പദവി നഷ്ടമായി ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമല്ലേ? ഇവർ മുമ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതായിട്ട് കേട്ടിട്ടുണ്ട്. ഇതേക്കുറിച്ച് ചർച്ച ചെയ്യാനായിട്ട് രാമേന്ദ്ര സാറുണ്ട്, അഹമ്മദ് മാഷുണ്ട്. എങ്ങനെ കാണുന്നു കൊച്ചി കോർപ്പറേഷനിലെ മേയർ? ദീപ്തിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി എന്ന് നമുക്ക് പറയാം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിരുന്നതാണ്, ദീപ്തിയാണോ ഒരു ലത്തീൻ സ്ഥാനാർത്ഥിയാണോ. കാരണം ലത്തീൻ സ്ഥാനാർത്ഥി ആയിരിക്കണം വേണ്ടത് എന്ന് അവരുടെ സഭയുടെ സംഘടന പറഞ്ഞിരുന്നു. അന്ന് തന്നെ ചർച്ച ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, സാധാരണഗതിയിൽ ലത്തീൻ മുന്നോട്ട് വന്നിട്ട് അത് പറഞ്ഞതാകണമെന്നില്ല. പാർട്ടിയിലെ ഒരു ഗ്രൂപ്പ് ലത്തീൻ സഭയെ കൊണ്ട് പറയിപ്പിച്ചതാകാനും മതി. കാരണം ഇവിടെ എപ്പോഴും MP ആയിട്ട് ലത്തീൻകാരൻ വേണം എന്നൊക്കെ ഇവരാവശ്യപ്പെടാറുണ്ട് അല്ലേ. 18 സ്ഥാനാർത്ഥികൾ ലത്തീൻകാരാണ് മറ്റേ കൊച്ചി കോർപ്പറേഷനിലേക്ക് ജയിച്ചു വന്നിരിക്കുന്നവർ. മൊത്തം ഈ ജയിച്ചതിൽ 18 പേര് എന്ന് പറഞ്ഞാൽ മറ്റേ കൊച്ചി ഭാഗത്തൊക്കെ ഈ സഭയുമായിട്ടൊക്കെ ഒരു ഡീലൊക്കെ ഉറപ്പിച്ചിട്ട് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങളൊരു സഭയുടെ സ്ഥാനാർത്ഥിയെ തന്നെ നിർത്തുകയാണെങ്കിൽ ഞങ്ങൾ ജയിപ്പിച്ച് തരാം എന്ന് സഭയൊക്കെ വാഗ്ദാനം ചെയ്തിട്ട് ഇത്രയും സ്ഥാനാർത്ഥികൾ, ലത്തീൻ സ്ഥാനാർത്ഥികൾ ഉണ്ടാവുകയൊക്കെ ചെയ്തതാണ്. അപ്പോൾ KJ മാക്സിയുടെ സ്വാധീനം കുറയ്ക്കാം, ഇങ്ങനെയൊക്കെ സഭ പല വാഗ്ദാനങ്ങളും ചെയ്തതായിട്ടൊക്കെ ഈ കരക്കമ്പികളൊക്കെ ഉണ്ട്. അപ്പോൾ സഭ പറഞ്ഞത് കേൾക്കാതിരിക്കാൻ പറ്റില്ല എന്നൊരവസ്ഥ. മാത്രമല്ല, സഭ പറഞ്ഞത് കേൾക്കണം എന്ന് പറയുമ്പോൾ ദീപ്തിയെ ഒഴിവാക്കാനായിട്ടൊരു ജസ്റ്റിഫിക്കേഷനുമായി ഒഴിവാക്കാൻ. ദീപ്തിയാണെങ്കിൽ ഇത് പ്രതീക്ഷിച്ചിരുന്ന ഒരാളാണ്. ദീപ്തിയെ ഒഴിവാക്കുന്നതിൻ്റെ ഇടയ്ക്ക് പലതരം ചർച്ചകൾ വന്ന കൂട്ടത്തിൽ 2000-ൽ ദീപ്തി ഒരു വിമത സ്ഥാനാർത്ഥിയായിട്ട് പനമ്പള്ളി നഗറിൽ മത്സരിച്ചിരുന്നു. സിമി റോസ്ബെൽ ജോൺ ആയിരുന്നു ഔദ്യോഗിക സ്ഥാനാർത്ഥി. ഇതുപോലെ തന്നെ സഭയുടെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്ന ആളാണല്ലോ സിമി റോസ്ബെലും. ആ സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചു അന്ന് ഇവര്. എന്നിട്ട് ഇടത് സ്ഥാനാർത്ഥിയാണെന്ന് UDFന്റെ ഉറച്ച കോട്ടയായിട്ട് കരുതിയിരുന്ന സ്ഥലത്ത് ഇടത് സ്ഥാനാർത്ഥി ജയിച്ചു. അതിൻ്റെ ഉത്തരവാദി ദീപ്തി. അന്ന് ദീപ്തി പ്രദീപ് കുമാർ എന്നുള്ള പേരിലാണ് അവർ മത്സരിച്ചിരുന്നത്. അതുപോലെ തന്നെ ഈ മലയാള മനോരമയായിട്ടൊരു വണ്ടിച്ചെക്ക് കേസ് ദീപ്തി പ്രദീപ് കുമാറിന് ഉണ്ടായിരുന്നു. മനോരമ ദീപ്തി പ്രദീപ് കുമാറിനെതിരെ കേസ് കൊടുത്തു. അവർ ജയിലിൽ നിന്ന് അന്ന് ജാമ്യമെടുത്ത് ഇറങ്ങുന്ന ചിത്രങ്ങളുമൊക്കെ ഈ ഘട്ടത്തിൽ പൊന്തി വരികയൊക്കെ ചെയ്തിരുന്നു, ഈ കേസിൻ്റെ കാര്യമൊക്കെ. അപ്പോൾ ഇവരുടെ ഭൂതകാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മേയറാക്കാൻ കഴിയുന്ന ഭൂതകാലമല്ല എന്ന് കോൺഗ്രസിലെ ചില ചേരികൾക്ക് സ്ഥാപിക്കേണ്ടിയിരുന്നു എന്നർത്ഥം. അതുകൊണ്ടാണ് ഇതൊക്കെ പൊന്തി എടുക്കുന്നത്. അപ്പോൾ ശുഭിതയാണ് ദീപ്തി. ശുഭിത ആയിരിക്കെ തന്നെ ഇനി ഒരു MLA സ്ഥാനത്തേക്കോ ഒക്കെ പരിഗണിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ കോൺഗ്രസ്സിൽ ധാരാളം അസംതൃപ്തർ, ഇപ്പോൾ ശശി തരൂര് തുടങ്ങി ധാരാളം പേരുണ്ടല്ലോ. ഇപ്പോൾ ശശി തരൂരൊക്കെ സ്വന്തമായൊരു പാർട്ടി ഉണ്ടാക്കുകയാണെങ്കിൽ അതിൽ ചേരുന്നതിനെ പറ്റിയൊക്കെ ദീപ്തിക്ക് ആലോചിക്കാവുന്ന ഒരു ഘട്ടമാണിത്. നമ്മൾ ആദ്യ ഘട്ടത്തിൽ കേട്ടത് AICCയുടെ വരെ പിന്തുണ ദീപ്തി മേരി വർഗീസിനുണ്ട് എന്നാണ് കേട്ടത്. പിന്നെ കോൺഗ്രസ്സിലെ ഏതോ ഒരു വലിയ വിഭാഗത്തിൻ്റെ പിന്തുണയുണ്ടെന്ന് കേട്ടു. പക്ഷേ ഇപ്പോൾ കേൾക്കുന്നത് A വിഭാഗവും I വിഭാഗവും ഒന്നിച്ച് നിന്ന് ദീപ്തിക്കെതിരായിട്ടുള്ള നിലപാട് സ്വീകരിച്ചു. ഒടുവിൽ ഒരു ഹിതപരിശോധന എന്ന നിലയിൽ ജയിച്ചു വന്ന കൗൺസിലർമാരെ കുറിച്ച് ഇവർ ആർക്കൊക്കെ താല്പര്യം എന്ന് ചോദിച്ചപ്പോൾ 3 പേർ മാത്രമാണ് ഈ ദീപ്തിയെ അനുകൂലിച്ചത്. മിനിമോളെ 21 പേരോളം അനുകൂലിച്ചപ്പോൾ 18 പേരോ മറ്റോ ഈ ഷൈനി എന്ന് പറയുന്ന മറ്റേ മേയർ സ്ഥാനാർത്ഥിയും അനുകൂലിച്ചു. അതെ, അപ്പോൾ അങ്ങനെ അനുകൂലിക്കുമ്പോൾ ഈ ദീപ്തിയെ ഏതാണ്ട് പൂർണ്ണമായിട്ട് തടഞ്ഞു. മാത്രമല്ല, ഇവിടുത്തെ MP ആയിട്ടുള്ള ഹൈബി ഈഡന് ദീപ്തി മേരി വർഗീസിനോട് തീരെ താല്പര്യമില്ല എന്ന രീതിയിൽ ചില വാർത്തകളൊക്കെ നേരത്തെ മുതൽ പൊന്തി വന്നു. സ്വാഭാവികമായിട്ടും ഇവിടുത്തെ MPക്ക് ഇതിനകത്തൊരു നിർണായക റോൾ ഉണ്ടാകും. പിന്നെ സാറ് പറഞ്ഞതുപോലെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സഭ നിർണ്ണയിക്കുന്ന ഒരു വ്യക്തി വരണം. കാരണം എത്രയോ കാലമായിട്ട് ലത്തീൻ സഭ പറയുന്നു, ഞങ്ങളുടെ സമുദായത്തിൽ നിന്ന് ഒരാളെ മേയറോ
ഡെപ്യൂട്ടി മേയറോ ഒക്കെ ആക്കണം. തിരുവനന്തപുരത്തും സംഭവിക്കുന്നില്ല, കൊച്ചിയിലും സംഭവിക്കുന്നില്ല. പക്ഷേ കൊച്ചി പോലെയുള്ള ഒരു നിർണായകമായ മേൽക്കൈയുള്ള കോർപ്പറേഷനിൽ അവരുടെ ആവശ്യം ഒടുവിൽ കോൺഗ്രസ് അംഗീകരിച്ചു. ഇപ്പം ഏറ്റവും ഒടുവിൽ KC വേണുഗോപാലും പറയുന്നു ദീപ്തിക്ക് അർഹതയൊക്കെയുണ്ട്, പക്ഷേ പാർട്ടി എടുക്കുന്ന തീരുമാനമാണ് എന്ന് പറഞ്ഞാൽ KC വേണുഗോപാലും കൈവിട്ടു. ഒടുവിൽ നിരാശയായിട്ട് ദീപ്തി ഇനി പറയുന്നത് ഇനി മേയറാകാൻ ഞാനില്ല എന്നാണ്. സാർ എങ്ങനെയാ തോന്നുന്നത്? ദീപ്തി മേരി വർഗീസിന്റെ രാഷ്ട്രീയ ജീവിതം എന്നേക്കുമായി അടഞ്ഞു എന്ന് വിശ്വസിക്കേണ്ട കാര്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു. കോൺഗ്രസ് ആയതുകൊണ്ടാണ്. കോൺഗ്രസിന് ഓരോ തെരഞ്ഞെടുപ്പിലും അതാത് കാലത്തെ പറഞ്ഞു കേട്ടപ്പോ എനിക്ക് തോന്നിയത് എന്താ അറിയാമോ, രാഷ്ട്രീയ ജീവിതം അടയുന്നില്ല എന്ന് പറയുമ്പോൾ വേറെ പാർട്ടിയിലും ചേരാമല്ലോ എന്നുള്ള. അതെ, ഞാനത് ഉൾപ്പെടെയാണ് ഞാൻ പറഞ്ഞത്. ഒന്നാമത്തെ കാര്യം, പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ സാറ് പറഞ്ഞത് ശരിയാണ്. ഇപ്പോൾ 25 കൊല്ലം മുമ്പ് അവർ പാർട്ടിക്കെതിരായി റബൽ സ്ഥാനാർത്ഥിയായി അവരുടെ ഒരു കോട്ടയായിരുന്ന ഒരു സീറ്റ് കളഞ്ഞു. സിമി റോസ്ബെൽ ജോൺ അല്ലേ ആ ഔദ്യോഗിക സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചു. കോൺഗ്രസിന് വലിയ നഷ്ടമുണ്ടാക്കി, മാനക്കേടുണ്ടാക്കി എന്നുള്ളതൊക്കെ ശരിയായിരിക്കും. പക്ഷെ കോൺഗ്രസിൽ ഏത് കുറ്റമാണ് സാർ അതിവേഗത്തിൽ മറക്കാത്തത്? ഇപ്പോൾ AK ആന്റണിയോട് പൊറുത്ത പാർട്ടിയാണ്, മുരളീധരനോട് പൊറുത്ത പാർട്ടിയാണ്. ഇവരൊന്നും ചെയ്യാത്ത മഹാഭാവമൊന്നും അല്ലല്ലോ ഇപ്പോൾ ഇത്. അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം, ഇപ്പോൾ ഈ കോൺഗ്രസ്സിൽ ഇപ്പോൾ ഒരു മേയർ തെരഞ്ഞെടുപ്പിൽ ഒരുപാട് ഘടകങ്ങളുണ്ടാവും. മറ്റു പാർട്ടികൾക്ക് ഇല്ലാത്ത തരത്തിലുള്ള അയഞ്ഞ ജനാധിപത്യമാണല്ലോ, ഒരു ലൂസ് ഡെമോക്രസിയാണല്ലോ കോൺഗ്രസിൻ്റെ. അപ്പോൾ അവർക്ക് ഒരുപാട് താല്പര്യങ്ങളുണ്ടാവും. അതിൽ ഈ പറഞ്ഞ ഘടകങ്ങൾ ഒന്ന് സാറ് പറഞ്ഞൊരു ഘടകമായിരിക്കും എറണാകുളത്ത് പ്രത്യേകിച്ച് വളരെ പ്രാഥമികമായിട്ടുള്ളത്. സാമുദായിക ജാതി താല്പര്യം. ഓരോ സമുദായത്തിനകത്തെ സഭാ വകുപ്പുകൾ അല്ലെങ്കിൽ ആ വിഭാഗീയത ഉണ്ടാവും. അത് പരിഗണിച്ചിട്ടുണ്ടാവാം ഒരു ഘടകം. 2, കോൺഗ്രസ്സിൽ നമ്മളിപ്പോൾ പണ്ട് കാലത്ത് ഉണ്ടായിരുന്നതിനേക്കാൾ ഗ്രൂപ്പിസം ഇല്ലാത്തൊരു കാലമില്ല. പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന ഗ്രൂപ്പിസത്തിന് കണക്കുണ്ടായിരുന്നു. 1 ഗ്രൂപ്പ് 2 ഗ്രൂപ്പ് അങ്ങനെ ആയിരുന്നല്ലോ പോയിരുന്നത്. കൂടി വന്നൊരു ഘട്ടത്തിൽ 4ാം ഗ്രൂപ്പ് വരെ വന്നു തോന്നുന്നു. പക്ഷെ ഇപ്പോൾ അതല്ല, 5ഉം 6ഉം എത്ര ഗ്രൂപ്പ്, ഓരോരുത്തരും ഗ്രൂപ്പാണ്. അതിൻ്റെ അർത്ഥം ഓരോ ഗ്രൂപ്പും ദുർബലവുമാണ്. അപ്പോൾ ഈ ഗ്രൂപ്പ് സമവാക്യത്തിൽ എവിടെയോ പിഴച്ചതാണ്. ഞാൻ തൊട്ട് മുമ്പ് നമ്മൾ കണ്ടിരുന്ന വാർത്തകൾ വെച്ച് നോക്കുമ്പോൾ ഇതിൽ Aയും Iയും കൈവിട്ടു. അതിന് കാരണം ഇവർ KC വേണുഗോപാലിൻ്റെ ആഭിമുഖ്യം പുലർത്തുന്ന ഒരാളാണ്. മൂന്നാമത്തെ ഉണ്ടായിരുന്നത് ഇവിടുത്തെ DCC പ്രസിഡന്റ് VD സതീശനോട് താല്പര്യമുള്ള ആളാണത്രേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ 3 ഗ്രൂപ്പും കൈവിട്ടു എന്നർത്ഥം. അങ്ങനെ വരുമ്പോൾ 4ാം ഗ്രൂപ്പ് ആയിട്ട് KC വേണുഗോപാലാണ് രക്ഷിക്കേണ്ടിയിരുന്നത്. അദ്ദേഹത്തിന് ഈ അന്തർനാടകങ്ങളിൽ രക്ഷിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു സങ്കടമായിരിക്കണം ഇപ്പോൾ ഇന്ന് അദ്ദേഹം വന്ന് പറഞ്ഞത്. പക്ഷെ അതിനർത്ഥം KC വേണുഗോപാലിന് വേണമെങ്കിൽ കണക്ക് ചോദിക്കാൻ അവസരങ്ങൾ മുമ്പിലുണ്ട്. സോണിയാഗാന്ധിയിലെത്തിയാണ്. സോണിയാഗാന്ധിയിലെത്തിയിട്ടാണോ? സോണിയാഗാന്ധിക്ക് എന്തിനെത്തിയിട്ടാണ്? ഇറ്റലിയിലെത്തിയതാണ്. എന്തായാലും അപ്പോൾ അതിന് സാധ്യത ഞാൻ കാണുന്നുണ്ട്. അങ്ങനെ ദീപ്തിയെ പൂർണ്ണമായി കൈവിടാൻ സാധ്യതയില്ല. കാരണം ഉടനെ വരുന്നൊരു ചാൻസിൽ ഇപ്പം ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്നല്ല, അവരുടെ മുമ്പിൽ ചാൻസ് വരും. കാരണം KC വേണുഗോപാലിന് വേണ്ടി അന്ന് നിങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വഴങ്ങി തന്നതാണ്, ഇനി സാധ്യമല്ല എന്ന് അവർക്ക് പറയാം, ഈ ഗ്രൂപ്പിൽ തന്നെ അവർ നിലനിൽക്കുമെങ്കിൽ. രണ്ടാമത്തെ ഒരു കാര്യം കൂടി ഉണ്ട് സാർ, വനിതാ നേതാക്കൾക്ക് എല്ലാ പാർട്ടിയിലും പുതിയ സാധ്യതകൾ വരികയാണ്. 2029 ഇപ്പോൾ നമ്മുടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ആദ്യം 1/3 സംവരണം, ഇപ്പോൾ അത് 50%. നിയമസഭയ്ക്കും ലോക്സഭയ്ക്കും അതേ അവസ്ഥ വരാൻ പോവുകയാണ്. 2029 തെരഞ്ഞെടുപ്പിൽ നമ്മുടെ നിയമസഭയിൽ 1/3 വനിതകൾ വേണം. എല്ലാ പാർട്ടിക്കും വേണമല്ലോ, സ്ഥാനാർത്ഥികളും വേണ്ടേ. അത് കഴിഞ്ഞാൽ തന്നെ അത് വൈകാതെ, അതൊന്നും അധികകാലം സ്ഥായിയായിട്ട് നിൽക്കില്ല. കുറച്ചു കാലം മുന്നോട്ട് പോകുമ്പോഴേക്കും അത് 50 ആക്കും, 50% ആക്കും. അപ്പോൾ അതുകൊണ്ട് വനിതാ നേതാക്കൾക്ക് എല്ലാ പാർട്ടിയിലും സ്കോപ്പ് കൂടി വരികയാണ്. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് ദീപ്തി മേരി വർഗീസ് ഇപ്പോൾ ചെയ്യേണ്ടത് ഈ വെപ്രാളവും വിഭ്രമവും കാണിക്കാതെ എൻ്റെ പാർട്ടിയുടെ തീരുമാനമല്ലേ, ഞാനത് അംഗീകരിക്കുന്നു, അച്ചടക്കമുള്ള ഒരു പാർട്ടി പ്രവർത്തകയായി ഒരു കൗൺസിൽ 50% കൂടി വരുമ്പോഴും എറണാകുളത്ത് ലത്തീൻ സ്ഥാനാർത്ഥികൾ കൂടും. അപ്പോഴും ദീപ്തിക്ക് സാധ്യതയില്ല. ജാതി സമവാക്യങ്ങൾ എവിടെ എത്തുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഇതിൽ ഇപ്പോൾ ഞാൻ കാണുന്നത് എറണാകുളത്ത് അവർക്ക് ഒരിക്കൽ വേറൊരു കാര്യമുണ്ടല്ലോ സാർ, രാഷ്ട്രീയത്തിലായാലും ഒരു കാവ്യനീതി ഉണ്ടല്ലോ. ഒരിക്കൽ അവർ സിമി റോസ്ബെൽ ജോണിന് കൊടുത്തത് അവർക്കും കിട്ടാൻ അവസരം വന്നു. അവരെ ജനം ജയിപ്പിച്ചെങ്കിലും പാർട്ടിയിലെ എല്ലാ ഘടകങ്ങളും എല്ലാ ഗ്രൂപ്പുകളും ചേർന്ന് തോൽപ്പിച്ചു. ജാതിയാവാം, ഗ്രൂപ്പുകളാകാം. എന്തായാലും അതിൽ അവർ പാഠമാക്കി എടുത്തിട്ട് രാഷ്ട്രീയത്തിൽ മുന്നോട്ടുള്ള വഴി ഈ ശോഭനമായി അച്ചടക്കത്തോടെ നിൽക്കുന്നതായിരിക്കും നന്നാവുകയെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ പറഞ്ഞു വഷളാക്കിയിട്ട് ആളുകളെ മുഴുവൻ ശത്രുക്കളാക്കാതിരുന്നാൽ മതി. അല്ല, അവർ വഷളാക്കുന്നില്ല. പക്ഷേ കേരളത്തിലെ ഏറ്റവും വലിയ കോർപ്പറേഷൻ, അല്ലെങ്കിൽ ഏറ്റവും സാമ്പത്തിക ഭദ്രതയുള്ള കോർപ്പറേഷൻ കൊച്ചി തന്നെയാണ്. തിരുവനന്തപുരത്ത് മേയർ എന്നതിനേക്കാൾ കൊച്ചി കോർപ്പറേഷൻ മേയർക്ക് തന്നെയാണ് കേരള സമൂഹത്തിൽ കൂടുതൽ വില കൽപ്പിക്കപ്പെടുന്നത്. അങ്ങനെ ഒരു മേയർ പദവിയിലേക്ക് എത്തിപ്പെടാനുള്ള സാധ്യത ദീപ്തിക്കുണ്ടായിരുന്നു. പക്ഷേ അവരുടെ ഭൂതകാലം കൊണ്ടായിരിക്കാം ഒരുപക്ഷെ അവസരം നഷ്ടപ്പെട്ടു. അപ്പോൾ മാഷ് പറയുന്ന പോലെ ഒരു MLA സ്ഥാനാർത്ഥിയായിട്ടൊക്കെ ഇവിടെ എത്താമെങ്കിലും ജയിക്കുമെന്നുള്ള കാര്യമൊന്നും നമുക്ക് ഉറപ്പില്ല. കാരണം ജില്ലാ കമ്മിറ്റിയുടെ പിന്തുണയില്ല, ഇവിടുത്തെ MP യുടെ സഹായമില്ല,
കോൺഗ്രസിലെ എ ഗ്രൂപ്പും ഐ ഗ്രൂപ്പും ഒരുപോലെ തന്നെ പിന്തുണച്ചില്ല. ഇതെല്ലാം തന്നെ ദീപ്തി മേരി വർഗീസിന് എതിർ ഘടകങ്ങളാണ്. മാത്രമല്ല ഈ മിനിമോള് അല്ലെങ്കിൽ ഷൈനി എന്നൊക്കെ പറയുന്നത് നമ്മൾ അധികം കേട്ടിട്ടില്ലാത്തവരാ. അതിനപ്പുറത്തേക്ക് ദീപ്തിയുടെ പേര് കേട്ടെങ്കിലും അവർക്ക് നിൽക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് കൊണ്ട് തന്നെ രാഷ്ട്രീയ ജീവിതത്തിൽ ഇനിയൊരു ഉദിച്ചുയരൽ ഒക്കെ ഉണ്ടാകുമോ എന്നുള്ളത് അത്ര നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുമോ? മാഷ് ഏറ്റവും അവസാനം പറഞ്ഞപ്പോൾ അവർക്ക് ശോഭനമായ ഭാവി നേരുന്നു എന്ന് പറഞ്ഞപ്പോൾ ശോഭന ജോർജിന്റെ ഒരു പാഠം മുന്നിലുണ്ട് എന്നുള്ളതാണ് എന്റെ മനസ്സിൽ വന്നത്. ഇടതുപക്ഷത്തേക്ക് ഒരു വഴി. അപ്പോ ഇതില് മിനിമോള് 4ാമത്തെ തവണയാണ് കേട്ടോ ജയിക്കുന്നത്. അവർ പുതിയ കാൻഡിഡേറ്റ് ഒന്നുമില്ല, അവർക്ക് ഈ കാര്യങ്ങളൊക്കെ കോർപ്പറേഷൻ കാര്യങ്ങളൊക്കെ അറിയാം. പിന്നെ ഇവിടെയുള്ള രാഷ്ട്രീയം എന്താന്ന് വെച്ചാൽ മലപ്പുറത്തിനേക്കാൾ ഗംഭീരമായിട്ട് ഈ BJP ചേർത്ത് വെക്കുന്ന ജില്ലയാണിത്. കാരണം ഇവിടെ 6% BJPക്ക് വോട്ട് കിട്ടിയിട്ടുള്ളൂ. മലപ്പുറത്ത് ഒരു ശകലം കൂടി കൂടുതൽ ആണ് BJP. അപ്പോൾ അങ്ങനെ BJPയെ ചേർത്ത് തോൽപ്പിക്കുന്ന അതിൽ വലിയ സംഭാവന ഞങ്ങൾക്കാണ് ഇന്ന് ലത്തീൻ സഭയ്ക്ക് അവകാശപ്പെടാവുന്നതേ ഉള്ളൂ. കാരണം ഇത്രയും പേര് 18 പേരെയൊക്കെ ജയിപ്പിച്ചു കൊടുത്തിട്ടില്ലേ. അതുകൊണ്ട് ഇനി MLA ആകുമ്പോഴും ഞങ്ങളുടെ കാൻഡിഡേറ്റ്. ഇവിടെ വേറൊരു പൊട്ടിത്തെറി ഇപ്പോൾ വന്നിട്ടുണ്ട്. കാരണം 2 ഡെപ്യൂട്ടി മേയർമാരെ തീരുമാനിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ നോക്കിയപ്പോ ആ ഡെപ്യൂട്ടി മേയറും ക്രിസ്ത്യനാ, അടുത്ത ഈ മിനിമോളുടെ കൂടെ. അതിൽ ഹിന്ദുവിനെ ഒന്നും എടുത്തിട്ടില്ല. അപ്പൊ ക്രിസ്ത്യാനികൾ മാത്രം മതി എന്ന് കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ടോ എന്നുള്ള ചോദ്യം എൻ്റെ മനസ്സിൽ ഉയർന്നു. ഈ ആളുകളെയൊന്നും നമ്മൾ അറിയില്ലെങ്കിലും ഇത് നോക്കുമ്പോൾ അറിയാമല്ലോ. അപ്പോൾ ഇതില് ഇന്നലെ മുസ്ലിം ലീഗ് പറഞ്ഞിട്ടുണ്ട് ഈ ഡെപ്യൂട്ടി മേയർ സ്ഥാനം ഞങ്ങൾക്ക് വരാതിരുന്നത് ശരിയല്ല. ഞങ്ങൾ ഇന്ന് മുസ്ലിം ലീഗിന്റെ ജില്ലാ കമ്മിറ്റി അടിയന്തര യോഗം ചേരുന്നുണ്ട്. അപ്പൊ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തിന് ഒരു ക്ലെയിം മുസ്ലിം ലീഗ് ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പൊട്ടിത്തെറിയും കൂടി ഇതിന്റെ പിന്നാലെ ഈരാറ്റുപേട്ടയിലും ലീഗ് ക്ലെയിം ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ UDFന്റെ അകത്ത് ലീഗ് എന്ന് വെച്ചാൽ ഈ അസംതൃപ്തി അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ പലയിടത്തും ലീഗ് ഇപ്പോൾ ഗുരുവായൂർ മണ്ഡലം കോൺഗ്രസിന് വേണമെന്ന് കോൺഗ്രസ് അവിടെ ജില്ലാ കമ്മിറ്റി തൃശ്ശൂർ ആവശ്യപ്പെട്ടിട്ട് സൗകര്യമില്ല എന്ന് ലീഗ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് ലീഗിൻ്റെ ക്ലെയിം അത് പിന്നെയും UDFിലൊരു പ്രശ്നമാവുമോ എന്നുള്ളൊരു ചോദ്യം കൂടി കിടപ്പുണ്ട് ഈ കൂട്ടത്തിൽ. ഈ ക്രൈസ്തവ സഭകളൊക്കെ അവർക്ക് മുൻതൂക്കം വേണമെന്ന് ആവശ്യപ്പെടുമ്പം ഏറ്റവും പുതിയ സർവേ റിപ്പോർട്ടുകൾ അനുസരിച്ച് 43% എറണാകുളം ജില്ലയിലെ ഹിന്ദു സമുദായത്തിൻ്റെ അംഗസംഖ്യ. 38% ക്രൈസ്തവ സമുദായത്തിന്. അപ്പോൾ കോൺഗ്രസ് എന്ത് മാനദണ്ഡമാണ് ഇവിടെ ഉപയോഗിച്ചതെന്ന തരത്തിലുള്ള ചർച്ചകളും നടക്കുന്നുണ്ട്. എന്തായാലും ദീപ്തിയുടെ കാര്യത്തിൽ എന്ത് സംഭവിക്കും ഇനി എന്നുള്ളത് അവർ തന്നെ തീരുമാനമെടുക്കും. അങ്ങനെ ആകുമ്പോൾ കോർപ്പറേഷൻ മേയർ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എറണാകുളം ജില്ലയെ മൊത്തത്തിൽ ബാധിക്കും ഈ കണക്കെടുക്കുമ്പോൾ, അല്ലേ? കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.